ഹലോ നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. കാലിഫോർണിയയിലെ ദക്ഷിണ ലോസ് ഏഞ്ചൽസ് മേഖലയിൽ ഇപ്പോൾ രൂക്ഷമായ കാട്ടുതീ പടരുകയാണ്. പ്രധാനമായും പാലിസൈഡ് ഫയർ, ഈറ്റൻ ഫയർ എന്നീ തീപിടുത്തങ്ങളാണ് ഇപ്പോൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഏതാണ്ട് 41,000-ൽ കൂടുതൽ ഏക്കറിലധികം പ്രദേശങ്ങൾ കത്തിനശിക്കുകയും 15,000-ലധികം കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്തു. 25ഓളം പേർ മരിക്കുകയും ചെയ്തു. സാമ്പത്തിക നഷ്ടം $275 ബില്യൺ വരെ ആകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ കാട്ടുതീ ദുരന്തമായി മാറി. നേരിട്ട് ബാധിക്കുന്ന നഷ്ടങ്ങൾ വീടുകൾ, കെട്ടിടങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവ കത്തി നശിച്ചതിനാൽ നൂറുകണക്കിന് ഡോളറിൻ്റെ നഷ്ടം സംഭവിച്ചു. ഈ തീപിടുത്തത്തിൽ ഇതുവരെ $275 ബില്യൺ സാമ്പത്തിക നഷ്ടം വരുന്നതായി കരുതുന്നു. വ്യാവസായിക സ്ഥാപനങ്ങൾ നിർത്തിയതുകൊണ്ട് ഇത് തൊഴിലാളികളുടെ വരുമാനത്തെയും നഗരത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു. അഗ്നിശമന ചിലവുകൾ ഫയർഫോഴ്സ് എയർക്രാഫ്റ്റുകളും ഉപകരണങ്ങളും വിന്യസിക്കുന്നതിന് ദിവസേന കോടികൾ ചിലവുകൾ വരുന്നു. 15,000-ഓളം ഫയർഫോഴ്സ് സേനയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ആരോഗ്യ മേഖലയിൽ പുക ശ്വസിച്ചതും പൊള്ളലുകൾക്കുമുള്ള ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇത് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ടൂറിസം മേഖലയിൽ വിനോദസഞ്ചാരത്തിന് ആശ്രയിക്കുന്ന പ്രദേശങ്ങൾ തീപിടുത്ത ഭീഷണി കാരണം സന്ദർശകരുടെ വരവ് നഷ്ടപ്പെടും. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലോസ് ഏഞ്ചൽസ്. കൃഷി, വനങ്ങൾ, വന്യജീവികൾ എന്നിവയുടെ നാശം പരിസ്ഥിതിയെയും ദീർഘമായി ബാധിക്കുന്നു. ഇതിനെല്ലാം പുറമെ ഇൻഷുറൻസ് ബാധ്യതയാണ്. ഇൻഷുറൻസ് കമ്പനികളുടെ വലിയ പണമടവുകൾ പ്രാദേശിക താമസക്കാർക്ക് പ്രീമിയ വർധനവിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ കാലിഫോർണിയ ഫയർ പ്ലാനിനെ ആശ്രയിക്കേണ്ടി വരും. കാലിഫോർണിയ ഫയർ പ്ലാൻ എന്ന് പറയുന്നത് ഫയർ ഇൻഷുറൻസ് ലഭിക്കാത്തവർക്കായി ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഫയർ ആക്സസ് ടു ഇൻഷുറൻസ് റിക്വയർമെൻറ്റ്സ് പ്ലാൻ 1968. അതൊരു ഗവൺമെൻറ് സർക്കാർ പദ്ധതിയാണ്. 1968 തുടങ്ങിയതാണ്. ഇത് വിപണിയിൽ നിന്നും സാധാരണ ഇൻഷുറൻസ് ലഭിക്കാത്ത വീടുകൾക്കും സ്വത്തുക്കൾക്കും സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ് കാലിഫോർണിയ ഫയർ പ്ലാൻ. കാട്ടുതീ വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് പുറപ്പെടുവിക്കുന്നത് കാലാവസ്ഥാ മാറ്റത്തെ കൂടുതൽ മോശമാക്കുന്നു. ദീർഘകാലമായി ഇത് വനങ്ങൾ, വന്യജീവികൾ എന്നിവയുടെ നാശം പരിസ്ഥിതിയെയും ദീർഘകാലം ബാധിക്കുന്നു. ചാരവും മറ്റ് അവശിഷ്ടങ്ങളും ജലസ്രോതസ്സുകളും മലിനമാകുന്നു. ഇത് ശുചീകരണത്തിന് അധിക ചിലവ് വേണ്ടിവരുന്നു. ഇതിനെല്ലാം പുറമെ ഭവന വിപണിയെ ഇത് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നു. കാട്ടുതീ പിടിക്കാത്ത പ്രദേശങ്ങളിലെ ഭവനങ്ങളുള്ള ആവശ്യം കൂടുന്നതിനാൽ വിലകൾ ഉയരുന്നു. തീ ബാധിച്ച പ്രദേശങ്ങളിൽ വീടിൻ്റെ മൂല്യം കുറയുകയും ചെയ്യുന്നു. മറ്റുള്ള അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തെയും ബാധിക്കുന്നു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമ്പോഴും പൊതു നികുതിയിൽ നിന്നും കൂടുതൽ ചിലവ് വേണ്ടിവരുന്നു. ഫെഡറൽ, സംസ്ഥാന ബഡ്ജറ്റുകൾ ദുരന്ത നിവാരണത്തിനും പുനരുദ്ധാരണത്തിനുമായി സർക്കാർ ബഡ്ജറ്റിൽ വലിയൊരു ഭാഗം വിനിയോഗിക്കുന്നു. ഇത് മറ്റ് പ്രാധാന്യമുള്ള മേഖലകളിലെ ചിലവ് വെട്ടിക്കുറയ്ക്കുന്നു. ഇതെല്ലാമാണ് കാട്ടുതീ കൂടുതലുള്ള പ്രദേശങ്ങൾ നിക്ഷേപത്തിന് മുൻഗണന കുറയുന്നു. ഇത് ദീർഘകാല സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നു. ഇതിനെല്ലാം പുറമെ കാട്ടുതീയുടെ ഗൗരവം കാലാവസ്ഥ മാറ്റവും തുടർച്ചയായ വരൾച്ചയും ഉൾപ്പെടെയുള്ളവയ്ക്ക് കാരണമാകുമെന്ന് കണക്കുകൂട്ടുന്നു. എന്തുകൊണ്ടാണ് കാട്ടുതീ പടരുന്നതിന് കാരണമായത്? കഠിനമായ വരൾച്ചയും ചൂടുള്ള കാലാവസ്ഥയുമാണ് കാട്ടുതീ പടരാൻ മുഖ്യ കാരണമായി കാണുന്നത്. ആഗോളതാപനത്തിൻ്റെ പ്രത്യാഘാതവും ചൂടുള്ള കാലാവസ്ഥയും കൊടുങ്കാറ്റുകളും തീ നിയന്ത്രിക്കാൻ ദോഷകരമായി ബാധിക്കുന്നു.